ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം. നമുക്ക് ഫെബ്രുവരി മാസം 2023 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ പോയിന്റ്, 2023 അക്ബർ കക്കട്ടിൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് സുഭാഷ് ചന്ദ്രനാണ്. കൃതി ചോദിക്കുകയാണെങ്കിൽ സമുദ്രശിലയാണ്. കൃതി സമുദ്രശില. 50,000 രൂപയാണ് അതിന്റെ സമ്മാന തുക എന്ന് പറയുന്നത് കേട്ടോ. അക്ബർ കക്കട്ടിൽ പുരസ്കാരം. അപ്പോൾ നമുക്ക് കട്ടിൽ എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. കക്കട്ടിൽ എന്ന് പറയുമ്പോൾ കട്ടിലൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. കട്ടിൽ നമ്മൾ കിടക്കുന്നത് ചന്ദ്രനുള്ള സമയത്താണെന്ന് ഓർക്കുക. അപ്പൊ സുഭാഷ് ചന്ദ്രനാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ സമ്മാന തുക 50,000 രൂപയാണ്. സമുദ്രശിലയാണ് കൃതിയുടെ പേര് കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. 2021-2022 സ്വരാജ് ട്രോഫി നേടിയിട്ടുള്ള മികച്ച ഗ്രാമപഞ്ചായത്ത് മുളന്തുരുത്തിയാണ്. 2ാം സ്ഥാനം പാപ്പിനിശ്ശേരി, 3ാം സ്ഥാനം മരങ്ങാട് പള്ളി. ഓക്കെ, അപ്പോ 2021-2022 മികച്ച ഗ്രാമപഞ്ചായത്ത് മുളന്തുരുത്തി. ഗ്രാമം എന്നൊക്കെ പറയുമ്പോൾ മുളയായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാലോ അല്ലെ. ഇഷ്ടംപോലെ മുളകളൊക്കെ ഉണ്ടാവുന്നൊക്കെ ഓർക്കുക. മുളന്തുരുത്തിയാണെന്നുള്ളത് ഓർക്കുക. അതിന്റെ ഒപ്പം തന്നെ പാപ്പിനിശ്ശേരി, മരങ്ങാട് കേട്ടോ. 2ാം സ്ഥാനം പാപ്പിനിശ്ശേരി, 3ാം സ്ഥാനം മരങ്ങാട് പള്ളി. ഇനി മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് 2021-2022 മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പാണ്. പെരുമ്പടപ്പ്. 2ാം സ്ഥാനം കൊടകര, 3ാം സ്ഥാനം നെടുമങ്ങാട്. ഓക്കെ, അപ്പൊ പെരുമ്പടപ്പാണ് അല്ലെ. അപ്പൊ ബ്ലോക്ക് ഒക്കെ വരുന്നത് ഈ പെരുമ്പാമ്പിനൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവിടെ റോഡിലൊക്കെ ആകെ ബ്ലോക്ക് ആയെന്നൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ പെരുമ്പടപ്പാണ് 1ാം സ്ഥാനം, 2 കൊടകര, പിന്നെ നെടുമങ്ങാട്. അതേപോലെ ബെസ്റ്റ് ഡിസ്ട്രിക്ട് പഞ്ചായത്ത് ചോദിക്കുകയാണെങ്കിൽ അത് കൊല്ലമാണ്. ബെസ്റ്റ് കോർപ്പറേഷൻ ആണെങ്കിൽ അത് തിരുവനന്തപുരം. ഓക്കെ, ബെസ്റ്റ് ഡിസ്ട്രിക്ട് പഞ്ചായത്ത് ആണെങ്കിൽ കൊല്ലം, ബെസ്റ്റ് കോർപ്പറേഷൻ ആണെങ്കിൽ തിരുവനന്തപുരം. അടുത്ത പോയിന്റ് നോക്കാം. പ്രഥമ ആഗോള ഉത്തരവാദിത്തം ടൂറിസം ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? കുമരകത്താണ് കേട്ടോ. പ്രഥമ ആഗോള ഉത്തരവാദിത്ത ടൂറിസം ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? കുമരകം. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. ഈ കുമാരന്മാരൊക്കെ ഈ ടൂർ പോകുമ്പോൾ കുറച്ച് ഉത്തരവാദിത്തമൊക്കെ വേണമെന്ന് ഓർക്കുക കേട്ടോ. കുമരകം. പ്രഥമ ആഗോള ഉത്തരവാദിത്ത ടൂറിസം ഉച്ചകോടിയുടെ വേദി കുമരകം. അടുത്ത പോയിന്റ് നോക്കാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. 2023 നടക്കുന്ന 3ാമത്തെ ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ വേദി ഗുൽമാർഗ് ആണ്. ഓക്കെ, 2023 നടക്കുന്ന 3ാമത്തെ ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ വേദി ഗുൽമാർഗിലാണ്, ജമ്മു ആൻഡ് കാശ്മീർ കേട്ടോ. അപ്പൊ നമുക്ക് ചെറുതായിട്ടൊന്ന് കണക്ട് ചെയ്യാം. ഈ വിന്റർ എന്ന് പറയുമ്പോണ്ടല്ലോ ഫുൾ ഇങ്ങനെ ഐസ് ആണെന്നൊക്കെ ആലോചിക്കുക. തണുപ്പുള്ള സമയമല്ല, അപ്പൊ ഐസ് ആണെന്ന് ആലോചിക്കുക. അപ്പം ഫുൾ ഐസ് ഒക്കെ ആയതുകൊണ്ട് അതുകൂടെ നടന്നു പോകാൻ ഒരു മാർഗ്ഗം ഇല്ലെന്ന് ഓർക്കുക കേട്ടോ. അപ്പൊ ഗുൽമാർഗ് ആണ് ജമ്മു ആൻഡ് കാശ്മീർ. ഓർത്ത് വെച്ചേക്കണേ. പ്രഥമ ആഗോള ഉത്തരവാദിത്ത ടൂറിസം ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? കുമരകം. 2023 നടക്കുന്ന 3ാമത്തെ ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ വേദി ചോദിക്കുകയാണെങ്കിൽ ഗുൽമാർഗിലാണ് കേട്ടോ. ജമ്മു ആൻഡ് കാശ്മീരിലെ ഗുൽമാർഗിലാണ്. 2023 ഏഷ്യൻ ഗുസ്തി ചാമ്പ്യൻഷിപ്പിന്റെ വേദി അസ്താനയാണ്. ഓക്കെ, കസാക്കിസ്ഥാനിലെ അസ്താനയിലാണ് 2023 ഏഷ്യൻ ഗുസ്തി ചാമ്പ്യൻഷിപ്പിന്റെ വേദി. ഓക്കെ, അപ്പൊ ഗുസ്തിയൊക്കെയാണ്. അപ്പൊ അസ്ഥാനത്തൊന്നും ഇടിക്കരുതെന്ന് ഓർക്കുക കേട്ടോ. ഏഷ്യൻ ഗുസ്തി ചാമ്പ്യൻഷിപ്പിന്റെ വേദി അസ്താനയാണ്, കസാക്കിസ്ഥാൻ. അടുത്ത പോയിന്റ്, ഇന്ത്യയിൽ നടന്ന 15ാമത്തെ ലോകകപ്പ് ഹോക്കി മത്സരത്തിന്റെ ഭാഗ്യചിഹ്നം ഒലി എന്ന ആമയാണ്. ഇന്ത്യയിൽ നടന്ന 15ാമത്തെ ലോകകപ്പ് ഹോക്കി മത്സരത്തിന്റെ ഭാഗ്യചിഹ്നം ചോദിക്കുകയാണെങ്കിൽ ഒലി എന്ന ആമ. ഓർത്ത് വെക്കണേ, ഒലി എന്ന ആമ. അതേപോലെ തന്നെ 2023 ഒഡീഷയിൽ വെച്ച് നടന്ന പുരുഷ ഹോക്കി ലോകകപ്പിൽ ജേതാക്കളായിട്ടുള്ളത് ജർമ്മനിയാണ്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഇന്ത്യയിൽ നടന്ന 15ാമത്തെ ലോകകപ്പ് ഹോക്കി മത്സരത്തിന്റെ ഭാഗ്യചിഹ്നം ഒലി എന്ന ആമയാണ്. 2023 ഒഡീഷയിൽ വെച്ച് നടന്ന പുരുഷ ഹോക്കി ലോകകപ്പിൽ ജേതാക്കളായിട്ടുള്ളത് ജർമ്മനിയാണെന്നുള്ളതും കൂടെ ഓർത്തു വെച്ചേക്കാം. അടുത്ത പോയിന്റ്, 2023 ജാനുവരിയിൽ കമ്മീഷൻ ചെയ്ത കൽവാരി ശ്രേണിയിൽപ്പെട്ട 5ാമത്തെ അന്തർവാഹിനി കപ്പൽ ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ INS വാഗിർ ആണ്. ഓക്കെ, 2023 ജാനുവരിയിൽ കമ്മീഷൻ ചെയ്ത കാൽവാരി ശ്രേണിയിൽപ്പെട്ട 5ാമത്തെയാണ് കേട്ടോ. 5ാമത്തെ അന്തർവാഹിനി കപ്പൽ ചോദിക്കുകയാണെങ്കിൽ INS വാഗിർ ആണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. 5ഉമായിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്യാം അല്ലെ. അപ്പൊ 5ാമത്തെ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ 5 വിരൽ വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങി എന്ന് ഓർക്കുക കേട്ടോ. വാഗിർ, INS വാഗിർ എന്നുള്ള രീതിയിൽ, വാങ്ങി എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് ഓർത്തു വെച്ചേക്കാം. ഓക്കെ, അടുത്ത പോയിന്റ്, ഇന്ത്യയും ഈജിപ്തും ചേർന്നുള്ള സംയുക്ത സൈനിക പരിശീലനം സൈക്ലോൺ 1 ഓക്കെ, ഇന്ത്യയും ഈജിപ്തും ചേർന്നുള്ള സംയുക്ത സൈനിക പരിശീലനം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ സൈക്ലോൺ 1. അപ്പോ ഈ മമ്മി സിനിമയിനകത്ത് ഈ സൈക്ലോൺ ഒക്കെ ഇങ്ങനെ വരുന്നില്ലേ? ഈജിപ്തിലല്ലേ മമ്മി സിനിമ നടക്കുന്നത്. അപ്പൊ അങ്ങനെയായിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക. ഇന്ത്യയും ഈജിപ്തും ചേർന്നുള്ള സംയുക്ത സൈനിക പരിശീലനം സൈക്ലോൺ 1 ഓർക്കുക കേട്ടോ. ഇനി പ്രഥമ അണ്ടർ-19 വനിത 2020 ലോകകപ്പിൽ ജേതാക്കളായിട്ടുള്ളത് ഇന്ത്യയാണ്. ബംഗ്ലാദേശിനെയാണ് തോൽപ്പിച്ചിട്ടുള്ളത് കേട്ടോ. പ്രഥമ അണ്ടർ-19 വനിത 2020 ലോകകപ്പിൽ ജേതാക്കളായിട്ടുള്ളത് ഇന്ത്യയാണ്. തോൽപ്പിച്ചിട്ടുള്ളത് ബംഗ്ലാദേശിനെയാണ്. അടുത്ത പോയിന്റ്, കൈരളി സരസ്വതി സ്മാരക സാഹിത്യ സമിതിയുടെ സമഗ്ര സാഹിത്യ സംഭാവന പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് K ജയകുമാർ ആണ് കേട്ടോ. അപ്പൊ കൈരളി സരസ്വതി സ്മാരക സാഹിത്യ സമിതിയുടെ സമഗ്ര സാഹിത്യ സംഭാവന പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത്
കെ ജയകുമാർ. അപ്പോ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. ഈ സരസ്വതി എന്നൊക്കെ പറയുമ്പോൾ സരസ്വതി ദൈവം ആയിട്ടൊക്കെ നമുക്കൊന്ന് കണക്ട് ചെയ്യാലോ. അപ്പൊ സരസ്വതിയോടൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജയം ഉണ്ടാവും ഓർക്കാം കേട്ടോ. കെ ജയകുമാർ. കൈരളി സരസ്വതി സ്മാരക സാഹിത്യ സമിതിയുടെ സമഗ്ര സാഹിത്യ സംഭാവന പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് കെ ജയകുമാർ ആണ്. മുമ്പത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്നു അല്ലെ, മുമ്പത്തെ ചീഫ് സെക്രട്ടറി. അപ്പൊ നമുക്ക് ഈ പഠിച്ചിട്ടുള്ള പോയിന്റ്സ് ഒരു പ്രാവശ്യം കൂടെ ഒന്ന് വേഗം റിവൈസ് ചെയ്തിട്ട് അടുത്ത പോയിന്റ്സ് ഒന്ന് വേഗം നോക്കാം. 2023 അക്ബർ കക്കട്ടിൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് സുഭാഷ് ചന്ദ്രനാണ്. അതുപോലെ തന്നെ 2021, 2022 മികച്ച ഗ്രാമപഞ്ചായത്ത് മുളന്തുരുത്തി, മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ്, ബെസ്റ്റ് ഡിസ്ട്രിക്ട് പഞ്ചായത്ത് കൊല്ലം, ബെസ്റ്റ് കോർപ്പറേഷൻ തിരുവനന്തപുരം, പ്രഥമ ആഗോള ഉത്തരവാദിത്ത ടൂറിസം ഉച്ചകോടിയുടെ വേദി കുമരകം, 2023 നടക്കുന്ന മൂന്നാമത്തെ ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ വേദി ഗുൽമാർഗ് ജമ്മു ആൻഡ് കാശ്മീരിലെ, 2023 ഏഷ്യൻ ഗുസ്തി ചാമ്പ്യൻഷിപ്പിന്റെ വേദി അസ്താനയാണ്. ഇന്ത്യയിൽ നടന്ന 15ാമത്തെ ലോകകപ്പ് ഹോക്കി മത്സരത്തിന്റെ ഭാഗ്യചിഹ്നം ഒലി എന്ന ആമ. 2023 ഒഡീഷയിൽ വെച്ച് നടന്ന പുരുഷ ഹോക്കി ലോകകപ്പിൽ ജേതാക്കളായിട്ടുള്ളത് ജർമ്മനിയാണ്. 2023 ജനുവരിയിൽ കമ്മീഷൻ ചെയ്ത കാൽവാരി ശ്രേണിയിൽപ്പെട്ട 5ാമത്തെ അന്തർവാഹിനി കപ്പൽ ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ INS വാഗിർ ആണ്. ഇന്ത്യയും ഈജിപ്തും ചേർന്നുള്ള സംയുക്ത സൈനിക പരിശീലനം സൈക്ലോൺ 1. പ്രഥമ അണ്ടർ 19 വനിതാ 2020 ലോകകപ്പിൽ ജേതാക്കളായിട്ടുള്ളത് ഇന്ത്യയാണ്, ബംഗ്ലാദേശിനെ തോൽപ്പിച്ചു. കൈരളി സരസ്വതി സ്മാരക സാഹിത്യ സമിതിയുടെ സമഗ്ര സാഹിത്യ സംഭാവന പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് കെ ജയകുമാർ. ഇത്രയൊക്കെ അല്ലേ. ഇനി നമുക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗവർണർ പഠിക്കാം കേട്ടോ. അതില് പുതിയ ചേഞ്ച് വന്നിട്ടുള്ളതാണ്. സിക്കിമിന്റെ പുതിയ ഗവർണർ ചോദിക്കുകയാണെങ്കിൽ ലക്ഷ്മൺ പ്രസാദ് ആചാര്യ. സിക്കിമിലെ ഗവർണർ ആരാണ്? ലക്ഷ്മൺ പ്രസാദ് ആചാര്യ. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. ഈ സിക്ക് നമ്മൾ ഈ അസുഖം എന്ന് പറയില്ലേ, SICK, അസുഖമൊക്കെ വന്നു കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു ലക്ഷണം കാണിക്കും അല്ലെ. അങ്ങനെ ലക്ഷ്മൺ പ്രസാദ് ആചാര്യ. ഓക്കെ, സിക്കിം ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യ. അടുത്ത ജാർഖണ്ഡ് ഗവർണറാണ്. ജാർഖണ്ഡിലെ പുതിയ ഗവർണർ CP രാധാകൃഷ്ണൻ ആണ് കേട്ടോ. ജാർഖണ്ഡിലെ പുതിയ ഗവർണർ ആരാണ്? CP രാധാകൃഷ്ണൻ. അപ്പോ ഈ ജാറിലെ വെള്ളമൊക്കെ നമ്മളിങ്ങനെ സിപ്പ് ചെയ്ത് കുടിക്കുന്നവർക്ക് കേട്ടോ, സിപ്പ് ചെയ്ത് കുടിക്കുന്നവർക്ക്. അപ്പൊ ജാർഖണ്ഡിലെ ഗവർണർ ആരാണ്? CP രാധാകൃഷ്ണൻ. അടുത്ത ഹിമാചൽ പ്രദേശിലെ ഗവർണർ ചോദിക്കുകയാണെങ്കിൽ ശിവപ്രതാപ് ശുക്ലയാണ്. ഹിമാചൽ പ്രദേശിലെ ഗവർണർ ആരാണ്? ശിവപ്രതാപ് ശുക്ല. ഓക്കെ, അപ്പൊ ഹിമാചൽ പ്രദേശ് എന്നൊക്കെ പറയുമ്പോൾ ഹിമാലയവുമായിട്ടൊക്കെ ഒന്ന് ജസ്റ്റ് കണക്ട് ചെയ്യുക. ഹിമാലയത്തിലെ ശിവൻ അല്ലെ, കൈലാസത്തിലൊക്കെ ശിവനായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാലോ. അങ്ങനെ ഹിമാചൽ പ്രദേശിലെ ഗവർണർ ശിവപ്രതാപ് ശുക്ല. ഓക്കെ, ശിവപ്രതാപ് ശുക്ല. അടുത്തത് ആസാമിലെ ഗവർണർ ചോദിക്കുകയാണെങ്കിൽ ഗുലാബ് ചന്ദ് കഠാരിയാണ് കേട്ടോ. ആസാമിലെ ഗവർണർ ഗുലാബ് ചന്ദ് കഠാരിയ. ആസാം എന്ന് പറയുമ്പോൾ ഞാൻ ഓർത്തു വെച്ചേക്കുന്നത് ഈ ആസാം ചായയാണ് കേട്ടോ. ചായ, ആസാം ചായയൊക്കെ കുടിച്ചു കഴിയുമ്പോൾ നമ്മൾ ചായയുടെ ഒപ്പം ഗുലാബ് ജാമുൻ കൂടെ കഴിക്കുമെന്ന് ഒന്ന് കണക്ട് ചെയ്യുക. അസാം ഗവർണർ ഗുലാബ് ചന്ദ് കഠാരിയ. അടുത്തത് ആന്ധ്രാപ്രദേശിലെ ഗവർണർ ആണ് ജസ്റ്റിസ് S അബ്ദുൾ നസീർ ആണ് കേട്ടോ. ആന്ധ്രാപ്രദേശിലെ ഗവർണർ ജസ്റ്റിസ് S അബ്ദുൾ നസീർ. അപ്പൊ നസീറിനെ ഒക്കെ ഒരു പ്രദേശത്തെ ആൾക്കാർക്കൊക്കെ വളരെ ഇഷ്ടമാണെന്നൊക്കെ ഓർക്കുക കേട്ടോ. ആന്ധ്രാപ്രദേശ് ആണെന്നും കൂടെ കണക്ട് ചെയ്യണേ. ആന്ധ്രാപ്രദേശിലെ ഗവർണർ ആണ് ജസ്റ്റിസ് S അബ്ദുൾ നസീർ. അരുണാചൽ പ്രദേശിൽ ചോദിക്കുകയാണെങ്കിൽ ജനറൽ കൈവല്യ ത്രിവിക്രം പട്നായക് ആണ് കേട്ടോ. അരുണാചൽ പ്രദേശിലെ ഗവർണർ ആണെന്ന് ചോദിക്കുകയാണെങ്കിൽ ജനറൽ കൈവല്യ ത്രിവിക്രം പട്നായക്. ഒന്ന് കറക്റ്റ് ആയിട്ടൊക്കെ എല്ലാവരും ഒന്ന് പഠിക്കണേ. അപ്പോൾ ഇത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിക്കുക. എന്നിട്ട് കോഡ്സ് ജസ്റ്റ് മാറിപ്പോവാതിരിക്കാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുക കേട്ടോ. ഇപ്പൊ സിക്കിമിലെ ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യ, സിക്ക് ലക്ഷണം. ഓക്കെ, ജാർഖണ്ഡ് സിപിഎം നോർക്ക CP രാധാകൃഷ്ണൻ. ഹിമാചൽ പ്രദേശ് ആണെങ്കിൽ ശിവപ്രതാപ് ശുക്ല. അസാമിലെ ഗവർണർ ഗുലാബ് ചന്ദ് കഠാരിയ. ആന്ധ്രാപ്രദേശിലെ ഗവർണർ ജസ്റ്റിസ് S അബ്ദുൾ നസീർ. അരുണാചൽ പ്രദേശിലെ കൈവല്യ ത്രിവിക്രം പട്നായക്. ഇനി രാജ്യത്തെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നദി കൂവം നദിയാണ്. നദി കാണുമ്പോൾ തന്നെ നമ്മളിങ്ങനെ കൂവും നോർക്കുക കേട്ടോ. കൂവം നദി ചെന്നൈ നഗരത്തിലൂടെ ഒഴുകുന്ന നദിയാണ്. 2023 ഫെബ്രുവരി എക്കണോമിക് സർവേ റിപ്പോർട്ട് പ്രകാരം 2022-2023 സാമ്പത്തിക വർഷത്തിലെ ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്, 7% പഠിക്കുക കേട്ടോ. 2023 ഫെബ്രുവരി എക്കണോമിക് സർവേ റിപ്പോർട്ട് പ്രകാരം 2022-2023 സാമ്പത്തിക വർഷത്തിലെ ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് എത്രയാണ്? 7%. 7%. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമൻ ആണ്. 2023 ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞിട്ടുള്ള ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത് നിർമ്മല സീതാരാമൻ. അതേസമയം ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള ബഡ്ജറ്റ് അവതരിപ്പിച്ച 2020 അവതരിപ്പിച്ചിട്ടുള്ളത് നിർമ്മല സീതാരാമൻ തന്നെയാണ്. അപ്പൊ 2023 ഏറ്റവും ദൈർഘ്യം കുറഞ്ഞിട്ടുള്ള ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത് നിർമ്മല സീതാരാമൻ. 2020 ഏറ്റവും കൂടുതൽ
അല്ലെങ്കിൽ ഏറ്റവും ദൈർഘ്യമുള്ള ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത് നിർമ്മല സീതാരാമൻ തന്നെ കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിക്കുന്ന ഹൈഡ്രജൻ ട്രെയിൻ ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ വന്ദേ മെട്രോ ആണ് കേട്ടോ. ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിക്കുന്ന ഹൈഡ്രജൻ ട്രെയിൻ ഏതാണ്? വന്ദേ മെട്രോ. നമുക്കറിയാം റെയിൽവേ മിനിസ്റ്റർ ചോദിക്കുകയാണെങ്കിൽ അശ്വിനി വൈഷ്ണവ് ആണ് അല്ലെ. അപ്പൊ ട്രെയിനൊക്കെ മിക്കവാറും വൈകി വരും എന്നൊക്കെ ഓർക്കുക. വൈഷ്ണവ് ആണ് കേട്ടോ, അശ്വിനി വൈഷ്ണവ്. അടുത്ത പോയിന്റ് നോക്കാം. ഓരോ കുട്ടി ജനിക്കുമ്പോഴും 100 മരങ്ങൾ വീതം നടണം എന്ന മേരോ റൂഖ് മേരോ സന്തതി പദ്ധതി ആരംഭിച്ചിട്ടുള്ളത് സിക്കിമിലാണ് കേട്ടോ. എവിടെയാണ്? സിക്കിമിലാണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. ഓരോ കുട്ടി ജനിക്കുമ്പോഴും 100 മരങ്ങൾ വീതം നടണം അല്ലെ. അപ്പൊ കുട്ടി ജനിക്കുമ്പോൾ ഇതേപോലെ 100 മരങ്ങളൊക്കെ ഇങ്ങനെ നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞാൽ ആർക്കും അസുഖമൊന്നും പിടിക്കില്ല, സിക്കാവില്ല എന്ന് ഓർക്കുക കേട്ടോ. സിക്കാവില്ല എന്നുള്ളത് ഓർത്തു വെക്കുക. അടുത്ത പോയിന്റ്, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് 2022 ഇന്ത്യയുടെ റാങ്ക് എത്രയാണെന്ന്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിലെ 2022 ഇന്ത്യയുടെ റാങ്ക് 63 കേട്ടോ. 63. അപ്പൊ 60 വയസ്സൊക്കെ ആകുമ്പോഴേക്കും പെൻഷനൊക്കെ ആയി കഴിയുമ്പോൾ ഒരു 3 വർഷം കഴിയുമ്പോൾ ബിസിനസ് തുടങ്ങിയെന്ന് ഓർക്കുക കേട്ടോ. 63. ഓക്കെ, 63. ഇനി കേന്ദ്ര സർക്കാർ ഓൺലൈൻ ഗെയിംസ് വരുമാനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നികുതി നിരക്ക് 30%. കേന്ദ്ര സർക്കാർ ഓൺലൈൻ ഗെയിംസ് വരുമാനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നികുതി നിരക്ക് 30%. 30 T20 ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരം ആരാ? ശുഭ്മാൻ ഗില്ലാണ്. ഓക്കെ, അപ്പൊ T20 ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരമാണ് ശുഭ്മാൻ ഗിൽ. നമ്മൾ സൂപ്പർമാൻ എന്നൊക്കെ പറഞ്ഞ പോലെ ശുഭ്മാൻ കേട്ടോ. ശുഭ്മാൻ ഗില്ലാണ് ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരം. T20 ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയിട്ടുള്ളതാണ് അല്ലെ. T20 ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരം ശുഭ്മാൻ ഗിൽ. ഇന്ത്യയിലെ ആദ്യ ഗ്രഫീൻ ഇന്നോവേഷൻ സെന്റർ നിലവിൽ വരുന്നത് കേരളത്തിലാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യ ഗ്രഫീൻ ഇന്നോവേഷൻ സെന്റർ നിലവിൽ വരുന്നത് എവിടെയാണ്? കേരളത്താണ്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ബ്ലോക്ക് പഞ്ചായത്ത് ആയിട്ട് മാറുന്നത് കിളിമാനൂരിലാണ്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ബ്ലോക്ക് പഞ്ചായത്തായിട്ട് മാറുന്നത് കിളിമാനൂർ, തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ. അപ്പൊ എല്ലായിടത്തും ഈ ഡിജിറ്റൽ സാക്ഷരതയൊക്കെ കിട്ടിയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ കുറെ ആൾക്കാർ, ഈ വയസ്സായിട്ടുള്ള ആൾക്കാരൊക്കെ ഡിജിറ്റൽ സാക്ഷരത ഒക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും അവരുടെ കിളി പോയെന്നൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, കിളിമാനൂരാണ്. ഇനി നമ്മൾ പഠിച്ചിട്ടുള്ള പോയിന്റ്സ് നമുക്കൊന്ന് വേഗം ഒരു പ്രാവശ്യം കൂടെ ഒന്ന് വേഗം റിവൈസ് ചെയ്യാം. എന്നിട്ട് അടുത്ത പോയിന്റിലേക്ക് കയറാം. ഗവർണർ നമ്മൾ പഠിച്ചാണ് അല്ലെ. പിന്നെ രാജ്യത്തെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നദി കാണുമ്പോൾ നമ്മൾ കൂവം എന്ന് ഓർക്കുക. കൂവം നദിയാണ്. 2023 ഫെബ്രുവരി എക്കണോമിക് സർവേ റിപ്പോർട്ട് പ്രകാരം 2022-2023 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് ചോദിക്കുകയാണെങ്കിൽ 7%. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് 2023 അവതരിപ്പിച്ചിട്ടുള്ളത് നിർമ്മല സീതാരാമൻ. ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിക്കുന്ന ഹൈഡ്രജൻ ട്രെയിൻ വന്ദേ മെട്രോ. അശ്വിനി വൈഷ്ണവാണ് റെയിൽവേ മിനിസ്റ്റർ. ഓരോ കുട്ടി ജനിക്കുമ്പോഴും 100 മരങ്ങൾ വീതം നടണമെന്ന മേരോ റൂഖ് മേരോ സന്തതി പദ്ധതി ആരംഭിച്ചിട്ടുള്ളത് സിക്കിമാണ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് 2022 ഇന്ത്യയുടെ റാങ്ക് ചോദിക്കുകയാണെങ്കിൽ 63. കേന്ദ്ര സർക്കാർ ഓൺലൈൻ ഗെയിം വരുമാനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നികുതി നിരക്ക് 30%. T20 ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരം ശുഭ്മാൻ ഗിൽ. ഇന്ത്യയിലെ ആദ്യ ഗ്രഫീൻ ഇന്നോവേഷൻ സെന്റർ നിലവിൽ വരുന്നത് കേരളം. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ബ്ലോക്ക് പഞ്ചായത്തായിട്ട് മാറുന്നത് കിളിമാനൂരാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പദ്ധതികൾ നോക്കാം. തിരികെ എത്തിയ പ്രവാസികൾക്കായിട്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ ധനസഹായ പദ്ധതിയാണ് സാന്ത്വന. ഓക്കെ, തിരികെ എത്തിയിട്ടുള്ള പ്രവാസികൾക്കായിട്ട് സംസ്ഥാന സർക്കാരിന്റെ ധനസഹായ പദ്ധതി ഏതാണ്? സാന്ത്വന. ഓർത്തു വെക്കണേ. അടുത്ത പോയിന്റ്, എല്ലാവർക്കും നേത്ര ആരോഗ്യം എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്ത് എല്ലാ കുടുംബങ്ങളെയും കാഴ്ച പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന പദ്ധതി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നേർക്കാഴ്ചയാണ് കേട്ടോ. നേർക്കാഴ്ച, എല്ലാവർക്കും നല്ല കാഴ്ച കിട്ടാൻ വേണ്ടി നേർക്കാഴ്ച എന്നൊക്കെ ഓർത്തു വെക്കുക. അടുത്ത പോയിന്റ്, തീരദേശ പ്രദേശത്തെ 50 മീറ്റർ ചുറ്റളവിൽ താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിപ്പിക്കാനായിട്ടുള്ള പദ്ധതി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പുനർഗേഹമാണ് കേട്ടോ. ഏതാണ്? പുനർഗേഹം. തീരദേശ പ്രദേശത്തിലെ 50 മീറ്റർ ചുറ്റളവിൽ താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിപ്പിക്കുന്നതിനായിട്ടുള്ള പദ്ധതി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പുനർഗേഹം. അടുത്ത പോയിന്റ്, ഹൃദയം തുറക്കാതെ രക്തക്കുഴലുകളിൽ കൂടി കടത്തിവിടുന്ന ട്യൂബിലൂടെ ഹൃദയ വാൽവ് മാറ്റുന്ന നൂതന ശസ്ത്രക്രിയയാണ് തവി എന്ന് പറയുന്നത് കേട്ടോ. തവി. ഹൃദയം തുറക്കാതെ രക്തക്കുഴലുകളിൽ കൂടി കടത്തിവിടുന്ന ട്യൂബിലൂടെ ഹൃദയ വാൽവ് മാറ്റുന്ന നൂതന ശസ്ത്രക്രിയ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് തവി എന്നുള്ളത് ഓർത്തു വയ്ക്കാം. ഭാവിയുടെ ഇന്ധനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹൈഡ്രജൻ ഫ്യൂവൽ വികസിപ്പിക്കാൻ ഹൈഡ്രജൻ ഇന്ധന ഹബ്ബ് നിലവിൽ വരുന്നത് കൊച്ചിയിലും തിരുവനന്തപുരത്താണ്. ഭാവിയുടെ ഇന്ധനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹൈഡ്രജൻ ഫ്യൂവൽ വികസിപ്പിക്കാൻ ഹൈഡ്രജൻ ഇന്ധന ഹബ്ബ് നിലവിൽ വരുന്നത് കൊച്ചിയിലും തിരുവനന്തപുരത്തും. ഈ രണ്ട് സ്ഥലത്തും ലുലു ഉണ്ട് അല്ലെ. അങ്ങനെ ഒന്ന് ജസ്റ്റ് കണക്ട് ചെയ്യുക, കൊച്ചിയിലും തിരുവനന്തപുരത്തും.
സംസ്ഥാന സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് പ്രകാരം 2021-2022 കേരളത്തിന്റെ സാമ്പത്തിക വളർച്ച 12% കേട്ടോ. എല്ലാവരും പഠിച്ചു വെച്ചേക്കുക. സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് പ്രകാരം 2021-2022 കേരളത്തിന്റെ സാമ്പത്തിക വളർച്ച എത്രയാണ്? 12%. ഇനി ഏറ്റവും കൂടുതൽ അതിദരിദ്രരുള്ള ജില്ല ചോദിക്കുകയാണെങ്കിൽ മലപ്പുറമാണ്. അതേപോലെ തന്നെ ഏറ്റവും കുറവുള്ളത് കോട്ടയത്താണ് കേട്ടോ. ഏറ്റവും കുറവ് അതിദരിദ്രരുള്ള ജില്ല ചോദിക്കുകയാണെങ്കിൽ കോട്ടയമാണ്. ഏറ്റവും കൂടുതൽ ചോദിക്കുകയാണെങ്കിൽ അത് മലപ്പുറമാണ്. ഓക്കെ. ഇനി നിങ്ങൾക്കായിട്ടുള്ള ചോദ്യമാണ്, ഇന്ത്യയിലെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നദി ഏതാണ്? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണേ. അതേപോലെ തന്നെ ഈ ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, നോട്ടിഫിക്കേഷൻ ഓൾ കൊടുക്കുക. അപ്പോഴായിരിക്കും നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷൻ കിട്ടുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ. താങ്ക് യു ഓൾ ഫോർ സപ്പോർട്ടിങ്.